നിഗൂഢതകൾ ഒളിപ്പിച്ച ആ പുണ്യരാത്രി വീണ്ടും വന്നെത്തുകയാണ്. ലോകം മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള കാളകൂട വിഷം പ്രപഞ്ചനാഥൻ സ്വന്തം കണ്ഠത്തിൽ ഒളിപ്പിച്ച രാത്രി, വെറുമൊരു വേട്ടക്കാരൻ അറിയാതെ ചെയ്ത ഒരു കർമ്മം കൊണ്ട് ജന്മപുണ്യം നേടിയ നിമിഷങ്ങൾ. ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും അളക്കാനാവാത്ത വിധം ഭഗവാൻ അഗ്നിസ്തംഭമായി മാറിയ ആ രഹസ്യമെന്താണ്? 2026 ഫെബ്രുവരി 15 വന്നെത്തുന്ന ഈ ശിവരാത്രിയിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ സത്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ശിവരാത്രിയുടെ വിസ്മയിപ്പിക്കുന്ന 3 ഐതിഹ്യങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും കോർത്തിണക്കിയ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഐതിഹ്യം പാലാഴി മഥനമാണ്. ദേവാസുരന്മാർ അമൃതിനായി പാലാഴി മഥനം ചെയ്തപ്പോൾ അവിടെ നിന്ന് ലോകത്തെ മുഴുവൻ ചുട്ടുചാമ്പലാക്കാൻ ശേഷിയുള്ള കാളകൂട വിഷം പുറത്തുവന്നു. പ്രപഞ്ചത്തെ രക്ഷിക്കാൻ ഭഗവാൻ ശിവൻ ആ വിഷം പാനം ചെയ്തു. വിഷം ഭഗവാന്റെ ശരീരത്തിനുള്ളിലേക്ക് ഇറങ്ങാതിരിക്കാൻ പാർവതീദേവി അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ മുറുക്കിപ്പിടിച്ചു. അങ്ങനെ വിഷം ഭഗവാന്റെ തൊണ്ടയിൽ തന്നെ തങ്ങി നിൽക്കുകയും അദ്ദേഹത്തിന്റെ കണ്ഠം നീലനിറമാവുകയും ചെയ്തു. ഇതിനാലാണ് ഭഗവാൻ നീലകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകത്തെ രക്ഷിച്ച ആ രാത്രി ഭഗവാൻ ഉറക്കമൊഴിഞ്ഞിരുന്നു. ഈ പുണ്യദിനത്തിന്റെ സ്മരണയ്ക്കാണ് നാം ശിവരാത്രി ആഘോഷിക്കുന്നത്. രണ്ടാമത്തെ ഐതിഹ്യം ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുള്ള മത്സരമാണ്. തങ്ങളിൽ ആരാണ് കൂടുതൽ കരുത്തനെന്ന തർക്കമുണ്ടായപ്പോൾ അവർക്ക് മുന്നിൽ ഭഗവാൻ ശിവൻ അതിരുകളില്ലാത്ത ഒരു അഗ്നിസ്തംഭമായി പ്രത്യക്ഷപ്പെട്ടു. ഈ സ്തംഭത്തിന്റെ ആദിയും അന്തവും കണ്ടെത്താൻ ബ്രഹ്മാവ് ഹംസമായി മുകളിലേക്കും വിഷ്ണു വരാഹമായി താഴേക്കും സഞ്ചരിച്ചു. എന്നാൽ യുഗങ്ങൾ കഴിഞ്ഞിട്ടും ആർക്കും അതിന്റെ അറ്റം കണ്ടെത്താനായില്ല. ശിവന്റെ അനന്തമായ പ്രഭാവം ലോകത്തിന് ബോധ്യപ്പെട്ട ആ രാത്രിയാണ് മഹാശിവരാത്രിയായി നാം വണങ്ങുന്നത്. ശിവരാത്രിയുടെ മഹിമ വിളിച്ചോതുന്ന മൂന്നാമത്തെ മനോഹരമായ കഥയാണ് വേട്ടക്കാരനായ ലുബ്ധകന്റേത്. പണ്ട് വാരണാസിയിലെ വനത്തിൽ ലുബ്ധകൻ എന്ന പേരിൽ ഒരു വേട്ടക്കാരൻ ജീവിച്ചിരുന്നു. ഒരിക്കൽ കാട്ടിൽ വേട്ടയാടി നടക്കുമ്പോൾ നേരമിരുട്ടി. വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ ഒരു മരത്തിനു മുകളിൽ അഭയം തേടി. അത് ഒരു കൂവളമരമായിരുന്നു. വിശപ്പും പേടിയും കാരണം അയാൾക്ക് ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. മരക്കൊമ്പിലിരുന്ന അയാൾ ഓരോ കൂവളക്കിലകൾ പറിച്ചു താഴെയിട്ടുകൊണ്ടിരുന്നു. അറിയാതെയാണെങ്കിലും ആ ഇലകൾ വീണത് മരച്ചുവട്ടിലുണ്ടായിരുന്ന ഒരു ശിവലിംഗത്തിന് മുകളിലായിരുന്നു. അന്ന് ഒരു ശിവരാത്രി നാളായിരുന്നു. രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് വിശപ്പടക്കി ഭഗവാന് കൂവളത്തിലകൾ സമർപ്പിച്ച വേട്ടക്കാരന് മരണശേഷം ഭഗവാൻ മോക്ഷം നൽകി എന്നാണ് പുരാണം. അറിവില്ലാതെ ചെയ്ത കർമ്മത്തിന് പോലും ഇത്ര വലിയ ഫലമെങ്കിൽ ഭക്തിയോടെ വ്രതമെടുക്കുന്നവർക്ക് ലഭിക്കുന്ന പുണ്യം എത്ര വലുതായിരിക്കും. ഇനി ഈ പുണ്യദിനത്തിൽ വ്രതമെടുക്കേണ്ട രീതി നോക്കാം. ഫെബ്രുവരി 14 ശനിയാഴ്ച മുതൽ തന്നെ മിതഹാരം ശീലിച്ചു വ്രതം ആരംഭിക്കണം. ശിവരാത്രി ദിനമായ ഫെബ്രുവരി 15 പുലർച്ചെ കുളിച്ച് ശുദ്ധിയായി ഭസ്മധാരണം നടത്തി ക്ഷേത്രദർശനം നടത്തുക. അന്നേ ദിവസം പൂർണ്ണമായ ഉപവാസമെടുക്കുന്നത് ഉത്തമമാണ്. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് പാലും പഴങ്ങളും കഴിക്കാം. പകൽ മുഴുവൻ ഓം നമ ശിവായ മന്ത്രം ജപിക്കണം. രാത്രിയെ 4 യാമങ്ങളായി തിരിച്ച് ജാഗരണമനുഷ്ഠിക്കണം. ഓരോ യാമത്തിലും ശിവന് പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും നടക്കും. ഈ സമയങ്ങളിൽ കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നത് സകല പാപദോഷങ്ങളും അകറ്റാൻ സഹായിക്കും. ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. പ്രപഞ്ചനാഥന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശിവരാത്രി ആശംസകൾ. ഇതുപോലുള്ള ഐതിഹ്യ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.